സംസ്ഥാനത്ത് വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിജീവനത്തിനായി സമരം ചെയ്യുകയാണ് ആശാവർക്കർമാർ. എന്നാൽ ഇവരെ കണ്ടില്ലെന്ന മട്ടിലാണ് സർക്കാർ. ഓരോ ദിവസവും ജനപിന്തുണയേറുന്ന സമരത്തിന് വനിതാ ദിനത്തിൽ മഹാസംഗമം നടത്തി കൂടുതൽ ശക്തമാവുകയാണ് ആശാവർക്കർമാർ. വെയിലും മഴയും പിണറായി സർക്കാരും ഒരുപോലെ ശ്രമിച്ചിട്ടും ആശാവർക്കർമാരുടെ സമരത്തെ ഒരിഞ്ച് പിന്നോട്ടാക്കാനായിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ചും അധിക്ഷേപിച്ചും നുണപ്രചാരണം നടത്തിയും സമരം പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ ദിവസവും ജനപിന്തുണയേറുകയാണ്. കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ആദ്യം ശ്രമിച്ചത്. ഇത് പൊളിഞ്ഞതോടെ പോലീസിനെ ഉപയോഗിച്ച് സമരം അവസാനിപ്പിക്കാനായിരുന്നു നീക്കം. ടാർപോളിൻ ഷീറ്റ് മാറ്റി മഴ നനയാൻ വിട്ട ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെത്തി. വീണ്ടും ജനപിന്തുണ ലഭിച്ചതോടെ സമരം അധിക്ഷേപിച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് CPM തുടങ്ങിയത്. സമരത്തിന് പിന്നിൽ ഈർക്കിലി സംഘടനയാണെന്ന് എളമരം കരീം പല ആവർത്തി പറഞ്ഞു. സമരത്തെ പിന്തുണച്ച് സുരേഷ് ഗോപി എത്തിയതിനെ CITU നേതാവ് K. ഗോപിനാഥ് അധിക്ഷേപിച്ചു. എന്നിട്ടും ആശാവർക്കർമാർ വീര്യത്തോടെ സമരം തുടർന്നതല്ലാതെ പിന്നോട്ട് പോയില്ല. ഈ സമൂഹത്തിൽ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന മിനിമം വരുമാനം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഈ സമരത്തിന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പരിഹാസവും ആക്ഷേപവും അശ്ലീലവും ഒക്കെ പറയുന്ന ആളുകളുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നതായി ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങളുടെ ഡിമാൻഡിനെ ബാധിക്കുന്നില്ല, ഞങ്ങളുടെ ഇച്ഛാശക്തിയെ ബാധിക്കുന്നില്ല, ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. അത് സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ കൂടുതലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. PSC ചെയർമാനും അംഗങ്ങൾക്കും വൻ ശമ്പള വർധനമടക്കം സംസ്ഥാന സർക്കാർ ദൂർത്തു തുടങ്ങിയിട്ട് ആശാവർക്കർമാരെ പരിഗണിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഓണറേറിയം വർധനമടക്കം അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. ഇതിന്റെ ഭാഗം കൂടിയാണ് വനിതാ ദിനത്തിലെ മഹാസംഗമം. പിന്നെ ഈ വനിതാ ദിനം ആചരിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ ഏറ്റവും അർഹരായ ആളുകൾ തന്നെയാണ് ആശാവർക്കർമാർ. ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇന്നിവിടെ വലിയ വനിതകളുടെ സംഗമം നടക്കുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം ആശാവർക്കർമാരോടൊപ്പം എന്ന ഒരു ക്യാപ്ഷനാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിത്തീരും. മഹാസംഗമത്തിന് പ്രമുഖരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.